ഹലോ, അസ്സലാമു അലൈക്കും. ഇത് മാൽദീവ്സ് ആണ്. കേരളത്തിൽ നിന്ന് ആദ്യമായി മറ്റൊരു രാജ്യത്തേക്ക് എത്തിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ മറ്റുള്ളവരെ കൂടി പരിചയപ്പെടുത്താം എന്നുള്ള ഉദ്ദേശത്തിൽ തുടങ്ങിയതാണ് ഈ യൂട്യൂബ് ചാനൽ. ഈ കാണുന്നത് ആർട്ടിഫിഷ്യൽ ബീച്ചിനടുത്തുള്ള ബ്രിഡ്ജാണ്. മാൽദീവ്സ് ചൈന ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ് എന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് ഡബിൾ ഡെക്കർ ബസ്സിൽ കയറുന്നത്. അതിൻ്റെ മുകളിൽ ഫ്രണ്ട് സീറ്റിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഇതാണ് ഇന്ത്യൻ ഓഷ്യൻ. ഇന്ത്യൻ ഓഷ്യനിലാണ് മാൽദീവ്സ് സ്ഥിതി ചെയ്യുന്നത്. മാലേ സിറ്റിയിൽ നിന്ന് ഹുളു മാലയിലേക്ക് പോകുന്ന ആർട്ടിഫിഷ്യൽ ബ്രിഡ്ജാണിത്. ഇതിൻ്റെ ഫസ്റ്റ് കവാടമാണ് ഈ കാണുന്നത്. ഇതുവഴിയുള്ള യാത്ര എപ്പോഴും ഭയങ്കര സുഖമുള്ളതാണ്. കടലിൽ നിന്നുള്ള സുഖകരമായ കാറ്റ്, പിന്നെ ബ്രിഡ്ജിൻ്റെ നിർമ്മിതി കാണുമ്പോൾ ഉള്ള നമ്മുടെ ആ ഒരു പ്രത്യേകത, പിന്നീട് ആർട്ടിഫിഷ്യൽ ബീച്ച്, അതിൻ്റെ ഒരു സൈഡിലായി കാണപ്പെടുന്ന എയർപോർട്ട്, എല്ലാം കൂടിച്ചേർന്നുള്ള ആ ഒരു വൈബ് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്നറിയില്ല. അത്രയ്ക്ക് ഫീലിംഗ് ഫുള്ളാണ് ഈ ഒരു പ്രദേശത്തോടുള്ള നമ്മുടെ യാത്ര. ചില സമയങ്ങളിൽ വർക്കൊക്കെ കഴിഞ്ഞ് റൂമിലിരുന്ന് മടുത്ത് നൈറ്റാണെങ്കിലും ഡേ ആണെങ്കിലും ഫ്രണ്ട്സിനൊപ്പമോ ഒറ്റയ്ക്കോ ഒക്കെ ഇവിടെ വന്ന് നിൽക്കാറുണ്ട്. അപ്പം കിട്ടുന്ന ആ ഒരു മനസ്സിൻ്റെ സന്തോഷം, സമാധാനം, അതൊക്കെ എത്ര പറഞ്ഞാലും മനസ്സിലാക്കാൻ കഴിയില്ല. അത്രമാത്രം വൈബുള്ളൊരു സ്ഥലമാണിത്. വീക്കെൻഡിലെ ഒഴിവ് സമയങ്ങളിൽ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് പോവാറുണ്ട്. ഇതാ കാണുന്നതാണ് വലാന ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇവിടെ നിന്ന് ഇടയ്ക്കിടെ പറന്നു പൊങ്ങുന്ന ഫ്ലൈറ്റും, അതേപോലെ കടലിലൂടെ പോകുന്ന ഫെറി, സ്പീഡ് ലോഞ്ച്, റോഡിലൂടെ പോകുന്ന ബസ്, എല്ലാം 3 ടൈപ്പിലുള്ള ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റവും നമുക്ക് ഒരേ ടൈമിൽ കാണാൻ പറ്റും. വീഡിയോഗ്രാഫിയുടെ അഡ്വാൻസ്ഡ് മെത്തേഡൊന്നും അറിയില്ലെങ്കിൽ തന്നെ വീഡിയോ എടുക്കാനും സംസാരിക്കാനും എനിക്കിഷ്ടമാണ്. ഫസ്റ്റ് ഒരു നൈറ്റ് ഇവിടെ വന്നിങ്ങനെ നിന്നപ്പോഴാണ് ഇതൊന്നും നേരിട്ട് കാണാൻ പറ്റാത്ത മറ്റുള്ളവർക്ക് വേണ്ടി ഈ പ്രദേശങ്ങൾ, മാൽദീവ്സിൽ ഞാൻ കാണുന്ന ഒരുവിധം എല്ലാ പ്രദേശങ്ങളുടെയും വീഡിയോ എടുത്ത് ഇതേപോലെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്താലോ എന്ന് ഒരു തോന്നലുണ്ടായത്. അതിൽ നിന്നാണ് കുറേ വീഡിയോസ് ഞാനിങ്ങനെ എടുത്ത് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ അത് വോയിസ് ഓവർ കൊടുത്ത് ഇടണമെന്ന് ഉദ്ദേശിക്കുന്നു. ആദ്യമായി മറ്റൊരു രാജ്യത്തെത്തിയ ഒരു സാധാരണക്കാരിയുടെ കണ്ണിലൂടെ ഈ പ്രദേശങ്ങളും ഇവിടുത്തെ ജീവിത രീതിയും ഒക്കെ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാം. ഇതിനു മുമ്പ് പലതവണ ഹുളുമാലയിൽ പോയിട്ടുണ്ടെങ്കിലും ഇതേപോലെ ആദ്യമായിട്ടാണ് സെൻട്രൽ പാർക്കിലേക്ക് പോകുന്നത്. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ എടുക്കാനുള്ള അവസരം കിട്ടുന്നത്. ഇത്ര അടുത്ത് നിന്ന് ഫ്ലൈറ്റ് നോക്കിക്കാണുക, ഫ്ലൈറ്റിൽ കയറുക, അതിനൊക്കെയുള്ള അവസരവും ആദ്യമായിട്ട് ഇവിടെ വന്നതിലൂടെയാണ് എനിക്ക് കിട്ടിയത്. ഈ ബ്രിഡ്ജിൻ്റെ നിർമ്മിതി വളരെ പ്രശംസനീയമാണ്. അതേപോലെ തന്നെ ഈ കാണുന്ന എയർപോർട്ട്, അതുപോലെ തന്നെ ഹുളുമാല എന്ന് പറയുന്ന പുതിയൊരു ഐലൻഡ്, അതൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുത്തതാണെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? ആദ്യമൊന്നും കേട്ടപ്പോൾ എനിക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഹുളുമാല എന്നറിയപ്പെടുന്ന ഹുളുമാല ഒരു കൃത്രിമ ഐലൻഡാണ്. അവിടെയാണ് ഈ വെലാന ഇൻ്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. 1960 ഇവിടെ ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ട് ആവശ്യമായി വന്നു. 1966 ഇത് ഔദ്യോഗികമായി തുറന്നു കൊടുത്തത്. ആദ്യകാലങ്ങളിൽ ഹുൾഹുളെ എയർപോർട്ട് എന്നായിരുന്നു ഇതിനെ അറിയപ്പെട്ടിരുന്നത്. പിന്നീട് മാലെ ഇൻ്റർനാഷണൽ എയർപോർട്ടായി അറിയപ്പെട്ടു. 2017 ഇവിടുത്തെ മുൻ പ്രസിഡൻറ്റ് ഇബ്രാഹിം നാസിറിൻ്റെ ബഹുമാനാർത്ഥം ഈ എയർപോർട്ടിന് വെലാന ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന പേര് വന്നു. വെലാന എന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബ പേരാണ്. വർഷങ്ങളായി റൺവേ നീട്ടൽ, കാർഗോ സൗകര്യം മെച്ചപ്പെടുത്തൽ, പുതിയ ടെർമിനൽ നിർമ്മാണം, അങ്ങനെ ഈ എയർപോർട്ട് വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഈ എയർപോർട്ടാണ് ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് മറ്റു രാജ്യങ്ങളെ മാലിദ്വീപുമായി ബന്ധിപ്പിക്കുന്ന ഒരേയൊരു മാർഗം. ടൂറിസമാണ് മാലദ്വീപിൻ്റെ പ്രധാന വരുമാന സ്രോതസ്. എയർപോർട്ടിനുള്ളിൽ അങ്ങിങ്ങായുള്ള ഫ്ലൈറ്റുകളെ അടുത്ത് കാണാനും അതുവഴി ഉള്ള യാത്ര ആസ്വദിക്കാനുമൊക്കെ ഈ ഹുളുമാല ട്രിപ്പ് വളരെ സൗകര്യപ്രദമാണ്. ബസ്സിൻ്റെ മുകൾ ഭാഗത്ത് ഏറ്റവും ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ എനിക്ക് വീഡിയോസൊക്കെ എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഈ റോഡിൻ്റെ 2 സൈഡിലായി സോളാർ പാനലുകൾ അവർ ക്രമീകരിച്ചിട്ടുണ്ട്.
മാലിദ്വീപിനെ സംബന്ധിച്ച് വന്നതിന് ശേഷം എനിക്ക് വളരെ പ്രധാനമായി തോന്നിയത് ഇവർ ഈ രാജ്യത്തിൻ്റെ മുക്കും മൂലയും വളരെ സൗകര്യപ്രദമായി വിനിയോഗിച്ചിട്ടുണ്ട് എന്നതാണ്. ഈ കാണുന്നത് സീപ്ലെയിൻ ആണ്. ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് സീപ്ലെയിൻ പോർട്ടുണ്ട്. ഇവിടേക്ക് സീപ്ലെയിനുകൾ നിരന്തരമായി വന്നിറങ്ങും. പക്ഷേ അതിൻ്റെ തൊട്ടടുത്ത് പോയി വീഡിയോ എടുക്കുക എന്നുള്ളത് അത്ര സുരക്ഷിതമല്ല. ഈ ഒരു ടവറിനപ്പുറം പോയി കഴിഞ്ഞാൽ പിന്നെ സീപ്ലെയിനെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇത് രണ്ടാമത് കണ്ട സീപ്ലെയിനാണ്. ഇതേപോലെ പല സീപ്ലെയിനുകൾ ഞങ്ങൾക്ക് ഈ യാത്രാമധ്യേ കാണാൻ സാധിച്ചു. ക്യാമറ കണ്ണിലൂടെ അല്ലാതെ ഡയറക്റ്റായിട്ട് നമുക്ക് കുറേ ഏറെയും കാണാൻ സാധിക്കും. ഇത് ഹുളു മാലയാണ്. ഹുളു മാല എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണ്. അതായത് മാലേ സിറ്റിയിൽ ഫുൾ ഗതാഗതവും അതേപോലെ തന്നെ ഒരുപാട് വാഹനങ്ങളും വലിയ സൗണ്ടും ഒക്കെയുള്ള ഒരു സ്ഥലമാണെങ്കിൽ ഹുളു മാല വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് നമുക്ക് വളരെ ശാന്തമായിട്ട് കാണാൻ കഴിയുന്ന ഒരു പ്രദേശമാണ്. ശാന്തമായി നമുക്ക് കാണാൻ കഴിയുന്ന പോവാൻ കഴിയുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ ഒരുപാട് ബിൽഡിങ്ങുകൾ ഇങ്ങനെ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ കൂടുതൽ പച്ച ഇലകളും കുറേ സസ്യലതാദികളും ഒക്കെ ആയിട്ട് വളരെ ഇഴുകിച്ചേർന്ന ഒരു ജീവിത രീതിയാണ് ഹുളു മാലയിലുള്ളത്. ഈ കാണുന്ന അമ്പരചുംബികളായ കെട്ടിടങ്ങളൊക്കെയും ഒരു കൃത്രിമ നിർമ്മിതിയായ ഐലൻഡിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങൾ എത്രമാത്രം ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നു. 1997 ഹുളു മാലയുടെ നിർമ്മാണം ആരംഭിച്ചത്. കടലിൽ മണലിട്ട് നികത്തിയെടുത്ത് ഉണ്ടാക്കിയെടുത്ത് വരുന്ന രീതിയിലാണ് ഇവരിത് ചെയ്തേക്കുന്നത്. ഇതാണ് സെൻട്രൽ പാർക്ക്. സെൻട്രൽ പാർക്കിലെ ഉള്ളിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഹുളു മാലയിലെ ഒരു പ്രധാന സഞ്ചാര കേന്ദ്രമാണ് ഈ കാണുന്നത്. മാലേ സിറ്റിയിലാണെങ്കിലും ഹുളു മാലയിലാണെങ്കിലും ഒക്കെ ഫ്ലാറ്റുകളിലും വളരെ ചുരുങ്ങിയ ജീവിത സാഹചര്യങ്ങളിൽ ഒതുങ്ങിക്കൂടിയാണ് ആളുകൾ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പാർക്കും ബീച്ചും ഒക്കെ എല്ലാ വൈകുന്നേരങ്ങളിലും വളരെ ആളുകളാൽ നിറഞ്ഞിരിക്കും. പ്രായമുള്ളവരും കുട്ടികളും ഒക്കെ ഒരു മൈൻഡ് റിലാക്സേഷന് വേണ്ടി കണ്ടെത്തുന്ന ഒരു സ്ഥലം. ഇവിടെ കയറാൻ പ്രത്യേകം ക്യാഷും ഒന്നും വേണ്ടി വരുന്നില്ല. ഇതേപോലെ ഒരു നിർമ്മിതി ഹുളു മാലയിൽ വളരെ എസെൻഷ്യലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. വീണ്ടും വീണ്ടും എടുത്തു പറയാൻ തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മാൽദീവ്സ് എന്ന് പറഞ്ഞ ഈ ചെറിയൊരു രാജ്യത്തിൻ്റെ ഓരോ മുക്കും മൂലയും ഇവിടുത്തെ ആളുകൾ വളരെ വ്യക്തമായി യൂസ്ഫുള്ളായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നതാണ്. ഇവിടെ തന്നെ വിശാലമായ പച്ചപ്പ്, നടപ്പാതകൾ, സൈക്കിൾ പാതകൾ, കുട്ടികൾക്കായുള്ള കളിസ്ഥലം, കൃത്രിമ തടാകങ്ങൾ, വെള്ളച്ചാട്ടം, അതേപോലെ തന്നെ ജോഗിങ്ങിനായുള്ള സ്ഥലം, വ്യായാമത്തിനുള്ള തുറസായ സ്ഥലം ഒക്കെ അവർ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഏകദേശം 4:30 ഇവിടെ എത്തിയത്. ഒരു 2 മണിക്കൂറോളം ഇവിടെ സ്പെൻഡ് ചെയ്തു. പരിസ്ഥിതി സൗഹൃദമായ ഒരു നഗര വികസനത്തിൻ്റെ ഉദാഹരണമാണിത്. നാട്ടുകാരായാലും വിനോദസഞ്ചാരികളായാലും ഒരുപോലെ ഇവിടം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഈ കാണുന്നത് ഒരു ബർത്ത്ഡേ പാർട്ടിയാണ്. ബർത്ത്ഡേ പാർട്ടി ആയാലും ബ്രൈഡൽ ഫോട്ടോഷൂട്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ ഒരു തുറസായ സ്ഥലം ഇവിടുത്തെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഹുളു മാലയിൽ തന്നെ ഫേസ് 1ഉം ഫേസ് 2ഉം ഉണ്ട്. ഈ ഒരു സെൻട്രൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഫേസ് 1ൻ്റെ കേന്ദ്ര പ്രദേശത്തായിട്ടാണ്. ഫേസ് 2ൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഇതെല്ലാം ഇവിടെ കാണുന്ന കെട്ടിടങ്ങളാണ്. ഹുളു മാല എപ്പോഴും ഒരു അത്ഭുതമായി ഇങ്ങനെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഇതെൻ്റെ ചാനലിലെ ഫസ്റ്റ് വോയിസ് ഓവറും ഫസ്റ്റ് ലോങ് വീഡിയോയും ആണ്. അഭിപ്രായങ്ങൾ അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.